മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ആകാശങ്ങളെക്കാളും വലിയ തെറ്റാണോ നീ ചെയ്തത്? 7 ആകാശങ്ങളെക്കാളും വലിയ തെറ്റ് ചെയ്താലും 7 ഭൂമിയെക്കാളും വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റാണോ അല്ലാഹുവിന്റെ മാപ്പാണോ വലുത്? 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയെക്കാളും ഉയർന്ന പർവ്വതങ്ങളെക്കാളും വലുത് നിന്റെ തെറ്റാണോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, എന്റെ തെറ്റ് 7 ആകാശങ്ങളെക്കാളും വലുതാണ്, 7 ഭൂമിയെക്കാളും വലുതാണ്, നല്ല ഉന്നതമായ ഉയർച്ചയുള്ള പർവ്വതങ്ങളെക്കാളും വലുതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, ദംബുക അഅലമു അമിൽ കുർസിയോ? അല്ലാഹുവിന്റെ കുർസിയാണോ, അല്ലാഹുവിന്റെ കുർസിയാണോ നിന്റെ പാപമാണോ വലുത്? നീ ചെയ്ത തെറ്റാണോ അല്ലാഹുവിന്റെ കുർസിയാണോ വലുത്? അദ്ദേഹം പറഞ്ഞു, എന്റെ തെറ്റാണ് വലുത് നബിയേ. അടുത്ത ചോദ്യം ചോദിച്ചോ, ദംബുക അഅലമു അമിൽ അർശോ? അല്ലാഹുവിന്റെ അർശാണോ നീ ചെയ്ത തെറ്റാണോ വലുത്? ദംബി അഅലമു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ചെയ്ത തെറ്റാണ് അല്ലാഹുവിന്റെ അർശിനെക്കാളും വലുത്. അടുത്ത ചോദ്യം ചോദിച്ചോ, ദംബുക അഅലം അം ഇലാഹുക്? നിന്റെ ദൈവമാണോ നിന്റെ റബ്ബാണോ നീ ചെയ്ത പാപമാണോ വലുത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, അഫ്വല്ലാഹ്, അല്ലാഹുവിന്റെ അഫ്വാണോ അല്ലാഹുവിന്റെ മാപ്പാണോ നീ ചെയ്ത തെറ്റാണോ വലുത് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അല്ലാഹുവാണ് എന്റെ തെറ്റിനെക്കാളും വലുത്, അല്ലാഹുവാണ് എന്റെ തെറ്റിനെക്കാളും വലുത്. فإنه لا يغفر الذنوب إلا الله. എത്ര വലിയ തെറ്റ് ചെയ്താലും മാപ്പ് നൽകുന്നത് അല്ലാഹുവല്ലേ. എന്താണ് ആ തെറ്റ് എന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, നബിയേ, എനിക്ക് നാണമാണ് നബിയേ, എനിക്ക് നാണമാണ് നബിയേ, അല്ല പറഞ്ഞു തരൂ, നീ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയാണ്, നമ്മൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്, ഞാൻ ഒന്നും കൂടി ഉണർത്തുന്നത്, ഒന്നും കൂടി ഇവിടെ പറയുന്നത് നമ്മുടെ ഓർമ്മ പുതുക്കാനാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്പം ആശ്വാസം നമ്മൾക്ക് ഉണ്ടാകുമല്ലോ, അല്പം മാറ്റം നമ്മൾക്ക് ഉണ്ടാകുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ മനുഷ്യൻ പറയാണ്, നബിയേ, ഞാൻ ഖബർ തോണ്ടുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു, എല്ലാ ഖബറുകളെയും 7 വർഷമായി തോണ്ടിയെടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരാൾ ഖബർ മറമാടിയാൽ ആ ഖബർ അത് തോണ്ടിയെടുത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ ഖബർ മാന്തിയെടുത്തിട്ട് ആ ഖബറാളിയുടെ കഫംപുട വിൽക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബേ, ഒരു സുന്ദരിയായ ഒരു പെണ്ണ് മദീനയിൽ ലോകത്തോട് വിട പറഞ്ഞു പോവുകയുണ്ടായി. ആ പെണ്ണിനെ മറമാടി എല്ലാവരും യാത്ര തിരിച്ചു. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആ സുന്ദരിയായ പെണ്ണിന്റെ ഖബറും ഞാൻ മാന്തിയെടുത്തു നബിയെ, ഞാൻ തോണ്ടിയെടുത്തു നബിയെ, അതിന്റെ മണ്ണുകൾ നീക്കി ആ പെണ്ണിന്റെ കഫംപുട ഞാൻ അഴിച്ചു മാറ്റി നബിയെ. കഫംപുട അഴിച്ചു മാറ്റി ഞാൻ വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തിനാണ് ഞാൻ വെറുതെ വിടുന്നത്? അങ്ങനെ ഞാൻ ആ സുന്ദരിയായ പെണ്ണിനോട് എനിക്ക് വികാരം തോന്നി. അത് മയ്യിത്താണെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ എന്റെ ആവശ്യം നിർവഹിച്ചു നബിയെ. അങ്ങനെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഖബർ മറമാടി മണ്ണ് മൂടി നിസാൻ കല്ല് വെച്ച് ഞാൻ പോകുമ്പോഴാണ് ഒരു ശബ്ദം ഞാൻ കേൾക്കാനിടയായത്. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കാനിടയായത്, അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരാ, നീ നാണമില്ലേ? നിനക്ക് നാണമില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ ചെറുപ്പക്കാരാ? നീ എന്താ വിചാരിച്ചത്? ഇന്ന് ഈ മയ്യിത്തുകളുടെ ഒരുപാട് അമ്പാത്തുകളായ മയ്യിത്തുകൾ ഒരുമിച്ചുകൂടി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നാളെ പോകുമ്പോ എന്നെ നീ ജനാപത്തുകാരിയാക്കിയല്ലേ ചെറുപ്പക്കാരാ? എന്നെ നീ കൂടി നിർബന്ധമുള്ള ഒരു മയ്യിത്താക്കി മാറ്റിയില്ലേ ചെറുപ്പക്കാരാ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് നീ സമാധാനം പറയേണ്ടി വരൂലേ ചെറുപ്പക്കാരാ? വൈലക യാ ശാബ്, ഓ ചെറുപ്പക്കാരാ, അമാ തസ്തഹി, നിനക്ക് നാണം തോന്നുന്നില്ലേ? നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? എന്താണ് നീ കാട്ടിക്കൂട്ടിയത്?
എന്താണ് നീ കാട്ടിക്കൂട്ടിയത്? തറക്തനീ ഉരിയാന, എന്നെ നീ നഗ്നയാക്കി മാറ്റിയില്ലേ? നഗ്നയാക്കി മാറ്റി എന്ന് മാത്രമല്ല ജനാബത്തുകാരിയാക്കിയില്ലേ എന്ന് ആ പെണ്ണെന്നെ വിളിച്ചു പറഞ്ഞു. അന്നു മുതൽ എനിക്ക് പേടിയാണ് നബിയെ, അന്നു മുതൽ ഞാൻ ആകെ വെപ്രാളത്തിലാണ് നബിയെ. ഇത് കേൾക്കേണ്ട താമസം അല്ലാഹുവിന്റെ ഹബീബ് ആ ചെറുപ്പക്കാരന്റെ പിരട് പിടിച്ച് ആട്ടി ഓടിക്കുകയാണ്. യാ ഫാസിഖ്, ചമ്മാടിയേ ചമ്മാടിയേ, ഓടടാ ഇവിടുന്ന്, ഓടിപ്പോവടാ ഇവിടുന്ന്, ഇവിടെ നിൽക്കരുത്. മാ അഹ്ബജക ഇലന്നാർ, നരകത്തിന്റെ പ്രവർത്തനമാണ് നീ കാഴ്ചവെച്ചത്, അതുകൊണ്ട് ഉഖ്റുജ് മിന്നീ, ഇവിടെ നിന്ന് നീ പോവണമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ ചെറുപ്പക്കാരന് വേദനയോടെ ആട്ടി ഓടിക്കുകയാണ്. പക്ഷേ ചെറുപ്പക്കാരന് വേദന തോന്നി. ചെറുപ്പക്കാരൻ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. 40 ദിവസമാണ് കരഞ്ഞത്, 40 ദിവസമാണ് ദുആ ചെയ്തത്, 40 ദിവസമാണ് തൗബ ചെയ്തത്. അല്ലാഹുവേ എനിക്ക് പുറത്തു താ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ അറിയാതെ ചെയ്തതാണ് റബ്ബേ, അനിയന്ത്രിതമായി വന്നു പോയതാണല്ലോ, നീ എന്നെ നശിപ്പിക്കല്ല റബ്ബേ, എന്നെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കല്ല റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി കരഞ്ഞ് 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 40 ദിവസമായപ്പോ 2 കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പാപം നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബിയെ നീ അറിയിക്കണേ അല്ലാഹ്. ഇനി പാപം പുറത്തു തരാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആകാശലോകങ്ങളിൽ നിന്ന് തീനെ പറഞ്ഞയച്ച് എന്നെ കരിച്ചു കളയണേ അല്ലാ. ആകാശലോകത്തിൽ നിന്ന് ശക്തമായ തീഗോളങ്ങളെ പറഞ്ഞയച്ച് എന്നെ ഭൂമിയിൽ വെച്ച് തന്നെ നീ കരിപ്പിച്ചു കളയണേ അല്ലാ. വനജ്ജിനി മിൻ അദാബിൽ ആഖിറ, വനജ്ജിനി മിൻ അദാബിൽ ആഖിറ, അല്ലാഹുവേ നരകത്തിന്റെ അദാബിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. വഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഭൂമിയുടെ തീയിന്റെ ചൂടല്ല നാളെ ആഖിറത്തിനുള്ള ചൂട്, ഭൂമിയിലുള്ള തീയിന്റെ ചൂടല്ല നാളെ നരകത്തിന്റെ ചൂട്. ഇവിടെ കരിഞ്ഞു പോയാലും ഇവിടെ കത്തി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അതിന്റെ ബാക്കി നീ നാളെ ആഖിറത്തിലേക്ക് വെക്കരുത് എന്ന് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് ഒന്നുകിൽ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, അല്ലെങ്കിൽ എന്നെ നീ കരിപ്പിച്ച് കളയണേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അസ്സലാമു അലൈക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു വമിൻഹുസ്സലാം വഇലൈഹ യർജിഉസ്സലാം എന്ന് പറഞ്ഞ് അല്ലാഹുവിന് സലാം അടക്കുകയാണ്. അടുത്ത ചോദ്യം അല്ലാഹു ചോദിക്കുന്നത്, അൻത ഖലഖതൽ ഖൽഖ, നീയാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? നബിയേ നബിയേ നീയാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? അല്ല, അല്ലാഹുവാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. അൻത തർസുഖുഹും, നീയാണോ മനുഷ്യന്മാർക്ക് ഭക്ഷണം നൽകിയത്? അല്ല, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. നിങ്ങളാണോ അടിമകളുടെ തൗബ സ്വീകരിക്കുന്നത്? നിങ്ങളാണോ? അല്ല, അല്ലാഹുവാണ് തൗബ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്, തുബ് അലാ അബ്ദി ഫഇന്നി തുബ്തു അലൈഹി, ഞാൻ ആ അടിമയ്ക്ക് പുറത്തു കൊടുത്തിരിക്കുകയാണ്, ഞാൻ ആ മനുഷ്യന് മാപ്പ് നൽകിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും അയാൾക്ക് മാപ്പ് നൽകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷവാർത്ത അറിയിച്ചത്. എത്ര വലിയ ഗൗരവമാണ് കാര്യമെന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ആളെ വ്യഭിചരിക്കുന്നത് പോലെയല്ലല്ലോ മരിച്ചുപോയ മയ്യത്തിനെ വ്യഭിചരിക്കുന്നത്. അങ്ങനെ ഒരു വ്യഭിചാരം ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുപോയ, ഉമർ തങ്ങൾ കരഞ്ഞുപോയ, പറയാൻ മടിച്ചുപോയൊരു പാപമാണ്. എത്ര നിസ്സാരമായിട്ട് അല്ലാഹു പുറത്തു കൊടുത്തത്, എത്ര സിമ്പിളായിട്ട് അല്ലാഹു പുറത്തു കൊടുത്തത്, എത്ര വലിയ പാപമാണത്. 7 ആകാശങ്ങളെക്കാളും വലുത്, 7 ഭൂമിയെക്കാളും വലുത്, വലിയ ഉന്നതമായ പർവ്വതങ്ങളെക്കാളും വലുത്. അല്ലാഹുവിനിക്ക് മാപ്പ് തരൂല എന്ന് വിചാരിച്ച് അല്ലാഹുവേ മാപ്പ് തരണമെന്ന പ്രതീക്ഷയോടെ 40 ദിവസം കരഞ്ഞതിന്റെ പേരിലാണ് അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകിയതെങ്കിൽ അത്രത്തോളം വലിയ തെറ്റുകൾ ചെയ്യാതെ, അത്രത്തോളം വലിയ പാപങ്ങൾ ചെയ്യാതെ അല്ലാഹു ഉണ്ട് എന്നും അല്ലാഹു സൃഷ്ടാവാണെന്നും അല്ലാഹു ശിക്ഷിക്കുമെന്ന ബോധത്തോടെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന നമ്മൾ അല്ലാഹുവിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയാൽ അല്ലാഹു പാപം പുറത്തു തരാതെ നമ്മളെ കൈവടിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഇല്ല. അല്ലാഹു മാപ്പ് തരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിറ കണ്ണുകളുമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട സമയമാണ്. പിന്നെയാവാം എന്ന് വിചാരിക്കാതെ, നാളെയാവാം എന്ന് കരുതാതെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട സമയമാണ്. കാരണം നമ്മുടെ എല്ലാ തിന്മകളും നന്മകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാൽ, വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് പേർ. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാൽ ഖഈദ്. ഇവിടെ ഇരിക്കുന്നുണ്ട് ചില ആളുകൾ, ഇവിടെ ഇരിക്കുന്നുണ്ട് ചില ആളുകൾ. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ ചുണ്ടനങ്ങിയാൽ വരെ അതിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ചുണ്ടുകൾ അനങ്ങുന്നത് മാ യൽഫളു മിൻ ഖൗലിൻ, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നത് വരെ ഈ മലക്കുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ എന്റെ ചെറുപ്പക്കാരാ, മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. എന്താ ഹദീസ്? നബി തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ജിബ്രീൽ, അല്ലാഹുവിന്റെ മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയുകയാണ്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകളോട്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, 40 വയസ്സാകുന്നതിന് മുമ്പ് 40 വയസ്സാവാത്ത ഒരാളുടെ തിന്മ അതേ സമയം എഴുതി വെക്കരുത്. ഒന്ന് മയം കാണിക്കണേ, ഒന്ന് എക്സ്ക്യൂസ് നൽകണേ. 40 വയസ്സുവരെ നന്മയും തിന്മയും എഴുതി വെക്കാതെ ഒന്നവർക്ക് സമയം കൊടുക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 2 മലക്കുകളോട് പറഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്. 40 വയസ്സുവരെ നമ്മൾ തെറ്റ് ചെയ്താൽ ഓൺ ദി സ്പോട്ട് അത് എഴുതി വെക്കുന്നില്ല. ടൈം ടു ടൈം തെറ്റ് ചെയ്യുമ്പോൾ അത് എഴുതി വെക്കുന്നില്ല എന്നാണ്. 3 ചാൻസ് തരുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ 3 സമയം വരെ, 3 മിനിറ്റ് വരെ, അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ സമയം തരുന്നുണ്ട്. എഴുതി വെക്കാതെ, അല്ലാഹു രേഖപ്പെടുത്താതെ നിങ്ങൾ തൗബ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പിന്മാറുന്നുണ്ടോ? ഇങ്ങനെ ഒരു റബ്ബുണ്ട്, ഇങ്ങനെ ഒരു സൃഷ്ടാവുണ്ട്. ചെയ്തു പോയത് പാപമായി പോയല്ലോ റബ്ബേ, തെറ്റായി പോയല്ലോ റബ്ബേ എന്ന ഖേദത്താൽ അല്ലാഹുവിലേക്ക് കരയാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? ഒരു തെറ്റ് ചെയ്തൂടെ കരഞ്ഞിട്ട് അല്ലാഹുവിനോട് മാപപേക്ഷിച്ചാൽ ആ തെറ്റെഴുതി വെക്കാതെ മലക്കുകൾ മാറി നിൽക്കുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. 40 വയസ്സുവരെ ഈ ഹദീസ് പറയുമ്പോ റാവി കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തേ എന്നറിയോ? ആ റാവി, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസ് 40 കഴിഞ്ഞ ആളാണ്. 40 കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല, 40 കഴിഞ്ഞാൽ പിന്നെ ഇളവില്ല, 40 കഴിഞ്ഞാൽ പിന്നെ ഒഴിവ് കഴിവില്ല. 40 കഴിഞ്ഞവന്റെ പാപങ്ങൾ ഉടനെ രേഖപ്പെടുത്തുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 കഴിഞ്ഞു പോയ ആളുകൾ അല്പം കൂടി ശ്രദ്ധിക്കണേ, അല്പം കൂടി ബോധവാന്മാരാവണേ. 40 കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ, ഒരു കാലത്ത് തസ്ബീഹ് മാല, ജപമാല പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിരുന്ന കൈകൾ കൊണ്ട് നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട്, റൂമിന്റെ ഓരോ ഗസ്റ്റ് റൂമുകളിൽ ഇരുന്നിട്ട്, ലിവിംഗ് റൂമുകളിൽ ഇരുന്നിട്ട് ടിവിയുടെ റിമോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, 40 കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ഹദീസ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. വല്ലാതെ പേടിക്കേണ്ട ഹദീസാണത്, വല്ലാതെ പേടി തോന്നുന്ന ഹദീസാണത്. 40 കഴിഞ്ഞ ആളുകൾ ഈ ഹദീസ് കേട്ടിട്ട് പേടിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള കാൽച്ചുവടുകൾ സൂക്ഷിച്ചു വേണം ഓരോ കാൽച്ചുവടുകളും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാൾ, 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ
അയാളുടെ തിന്മയാണ് നന്മയേക്കാൾ കൂടുതലെങ്കിൽ, നന്മ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അയാൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, കേട്ടോ ഉമ്മമാരെ ഉപ്പമാരെ കേൾക്കണേ, രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള 16 മണിക്കൂർ വരെ നന്മയേക്കാളും കൂടുതൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, സൽപ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ ദോഷങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, നന്മ കണ്ടതിനേക്കാളും കൂടുതൽ ഹറാമാണ് കണ്ടതെങ്കിൽ, നന്മ കേട്ടതിനേക്കാളും കൂടുതൽ ഹറാമാണ് കേട്ടതെങ്കിൽ, കൈകൾ കൊണ്ട് മനസ്സുകൊണ്ട് ചെവി കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു നൽകിയ അവയവങ്ങൾ കൊണ്ട് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, നരകത്തിലേക്ക് അയാൾ ഒരുങ്ങട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അയാൾ നരകക്കാരനാണ്. 40 കഴിഞ്ഞിട്ടും നന്മയെക്കാളും കൂടുതൽ തിന്മയാണെങ്കിൽ അയാൾ നരകത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ നമ്മുടെ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? നല്ല 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 ഉമ്മമാരൊക്കെ ടിവിയുടെ മുമ്പിലായി മരിച്ചു പോവാൻ. തസ്ബീഹും സലാത്തും ദിക്റൊക്കെ ചൊല്ലിയിരുന്ന ഉമ്മമാർ റിയാലിറ്റി ഷോകളും സിനിമയും സീരിയലുകളും മറ്റുള്ള ആവശ്യമില്ലാത്ത ചാനലുകളും കണ്ട് സമയം കൊല്ലുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ ടൈം പാസിന് വേണ്ടി മക്കൾ വെച്ചുകൊടുക്കുന്നത് സിനിമയാണ്, മക്കൾ വെച്ചുകൊടുക്കുന്നത് സീരിയലാണ്. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ. രോഗിയായി കിടന്നിട്ട് ഒറ്റയ്ക്ക് ബോറടിക്കുന്നതിന് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി TV വാങ്ങിച്ചു കൊടുത്ത് സിനിമ കാണിക്കുന്ന മക്കൾ. യാ അല്ലാഹ്, അങ്ങനെ ആ രോഗത്തിൽ, ആ ബെഡിൽ രോഗശയ്യയിൽ കിടന്നിട്ട് ഉപ്പ മരിച്ചു പോയാൽ അവസാനത്തെ പ്രവർത്തനം ഹറാമല്ലേ? ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. അല്ലാഹു ഒരാൾ നന്മയാണോ തിന്മയാണോ ചെയ്തത്, അല്ലാഹു അയാളെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. അയാളുടെ അവസാനത്തെ പ്രവർത്തനമാണ് അല്ലാഹു ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ യൗവനത്തിൽ നല്ല നന്മകളൊക്കെ ചെയ്തിട്ട് അവസാനം മരിക്കുമ്പോ ഹറാം ചെയ്ത് മരിക്കേണ്ട ദുരവസ്ഥ വന്നാൽ, ഹറാം ചെയ്ത് മരിക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടായാൽ മഅദല്ലാഹ്, കാക്കട്ടെ, അല്ലാഹു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ സമയം നഷ്ടപ്പെടുത്തരുത്, ഇനിയുള്ള സമയം കളയരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ നന്മയെ തിന്മയെക്കാളും കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം രേഖപ്പെടുത്തുന്ന 2 മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ നമ്മൾ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിനാണല്ലോ. എല്ലാ സമയത്തും അല്ലാഹു നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഏതുപോലെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി ചില CIDകളെ അല്ലാഹു ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, ശ്രദ്ധിക്കാൻ ചില CIDകളെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാത്രിയിൽ ചില മലക്കുകൾ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്, രാവിലെ ചില മലക്കുകൾ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തുമാണ്. സുബഹി നിസ്കരിച്ചിട്ട് ഒരു മലക്കുകൾ തിരിച്ചുപോയി, അസർ നിസ്കരിച്ചിട്ട് അല്പം ചില മലക്കുകൾ തിരിച്ചുപോയി. എന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ട് ഈ നാട്ടുകാരെ കുറിച്ച്. ഈ നാട്ടുകാരെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താ തൃപ്പങ്കോട്ടുകാര് ചെയ്യുന്നത്? അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, തറക്തും ഇബാദി, എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടിമകളെ കണ്ടതെങ്ങനെ? ഭൂമിയിൽ പോയി വന്നതല്ലേ? എല്ലാ ദിവസവും മലക്കുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഒരു മലക്കുകൾ ഇറങ്ങുന്നത് സുബഹിയുടെ സമയത്താണ്, നേരെ പള്ളിയിലേക്കാ വരുന്നത്. അവര് തിരിച്ചു പോകുന്നത് അസുറിനാണ്. അസുർ നിസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ചില മലക്കുകൾ വരുന്നത് അസുറിനാണ്, പള്ളിയിലേക്കാ വരുന്നത്. അവര് തിരിച്ചു പോകുന്നത് സുബഹി നിസ്കരിച്ചിട്ടാണ്. അല്ലാഹുവിനോട് മലക്കുകൾ പറയാണ്, തറക്നാഹും വഹും യുസല്ലൂൻ,
ഞങ്ങൾ വരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്. സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ തൃപ്പങ്ങോട്ടുകാര് പള്ളിയിലാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ തൃപ്പങ്ങോട്ടുകാര് പള്ളിയിലാണെന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മാലാക്കമാര് പറയുമ്പോ സുബഹിയുടെ സമയത്ത് നല്ല മനോഹരമായി ശീതീകരിച്ച മുറിയിൽ ബ്ലാങ്കറ്റിനകത്ത് പുതച്ചുറങ്ങിയ മക്കളെ എന്താണ് അള്ളാഹുവിനോട് മലക്ക് പറയാ? കടന്നുറങ്ങുന്ന ആളെ കുറിച്ചിട്ട് പറയൂല പള്ളിയിൽ നിസ്കരിക്കാണെന്ന്. പള്ളിയിൽ പോയ ആളുകളെ പേരടക്കം പറയും. ഇന്നാലും നാളെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ, ഞാൻ തിരിച്ചു വരുമ്പോഴും അവർ പള്ളിയിലാണ്. ചില ആളുകളോ ഞാൻ സുബഹിക്ക് വരുമ്പോ അവർ പുതപ്പിനുള്ളില, ബെഡ്റൂമില, വൈകുന്നേരം അസ്ർ നിസ്കരിച്ച് വരുമ്പോ അവർ ഗ്രൗണ്ടില, പള്ളിയിൽ കണ്ടിട്ടില്ല. അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി മലക്കുകളെ സുബഹിയുടെ സമയത്തും അസ്റിന്റെ സമയത്തും പറഞ്ഞേക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രത്യേകക്കാരായ മലക്കുകളെ ആഴ്ച തോറും അള്ളാഹു പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും. ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ്, ഇന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇന്നത്തെ രാത്രി പറയാ? വെള്ളിയാഴ്ച രാത്രിന്നോ വ്യാഴാഴ്ച രാത്രിന്നോ? ഇന്നത്തെ രാത്രി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? വെള്ളിയാഴ്ച രാത്രി. അപ്പൊ നമ്മളും കാസർഗോട്ടാർ നിങ്ങളൊക്കെ സെയിം ആണ് അല്ലേ? മലപ്പുറത്തുകാർ പറയും വ്യാഴാഴ്ച രാത്രി. തിങ്കളാഴ്ച രാത്രി മലപ്പുറത്തുകാർ പറയും ഞായറാഴ്ച രാത്രി. ദാറുൽ ഹുദയിൽ ഒരു സ്വലാത്ത് ഉണ്ട്, ഒരു ദുആ ഉണ്ട്. പിന്നെ ഞായറാഴ്ച സ്വലാത്ത് എന്നാ പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോ ഈ രാത്രി അള്ളാഹു ചില മലക്കുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിന്? നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഈ മലക്കുകളൊക്കെ ഇറങ്ങി അവർ തിരിച്ചുപോയി നമ്മുടെ നന്മകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫയർഹമുൽ മുതറഹിമീൻ. അള്ളാഹു ചില ആളുകൾക്ക് കാരുണ്യം ചെയ്യും. അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്യും. അള്ളാഹു പാപമോചനം തേടുന്ന ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആളുകൾക്ക് ഈ രാത്രിയിൽ അള്ളാഹു മാപ്പ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചില ആളുകൾ അവരുടെ അമലെ അള്ളാഹു നോക്കുകയേ ഇല്ല. അവരുടെ നിസ്കാരം അള്ളാഹു ശ്രദ്ധിക്കൂല. അവരുടെ ഒരു ഇബാദത്തും അള്ളാഹുവിന് വേണ്ട. അവരാരാണ്? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവരിൽ പെടുന്നുണ്ടോ? എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ച രാത്രികളും നമ്മുടെ നന്മകൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോയി അള്ളാഹു എല്ലാം ശ്രദ്ധിക്കുമ്പോ ചില ആളുകൾ, ചില വ്യക്തികൾ അവരുടെ നന്മയെ കുറിച്ച് മലക്കുകൾ പറയുമ്പോ എന്നാലെന്ന മനുഷ്യനാണല്ലേ, മാറ്റിവെക്ക്, അത് മെയിൻറ്റ് ചെയ്യണ്ട, അത് മാറ്റിവെക്ക്. ആരാണവർ? വയതുറുകു അഹ്ലൽ ഹിഖദ് ബിഗില്ലിഹിം, വയതുറുകു അഹ്ലൽ ഹിഖദ് ബിഗില്ലിഹിം. പാരവെക്കുന്ന, പകയുള്ള, വിദ്വേഷമുള്ള, പിണങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന, ചൊടിച്ചു നിൽക്കുന്ന ഒരാളുടെ നന്മയും അള്ളാഹു നോക്കുകയോ അള്ളാഹു അത് ശ്രദ്ധിക്കുകയോ ചെയ്യില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സദസ്സിൽ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നന്മകൾ അള്ളാഹു തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. നമ്മുടെ ഒരു അമലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ഇരിക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കമാരിറങ്ങുകയേ ഇല്ല. പിണങ്ങി നിൽക്കുന്ന ആളുകൾ, പകയുള്ള ആളുകൾ, വൈരാഗ്യമുള്ള ആളുകൾ, വിദ്വേഷമുള്ള ആളുകൾ അവരിരിക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കമാരിറങ്ങുകയില്ല. ആ സദസ്സിൽ ദുആഇന് ഇജാബത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പിണങ്ങരുത്, വെറുക്കരുത്, ആരോടും പകയോടെ വിദ്വേഷത്തോടെ ജീവിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മുടെ സമ്പാദ്യങ്ങൾ കൊണ്ടോ സന്താനങ്ങൾ കൊണ്ടോ ഒരു ഉപകാരവും വരാത്തൊരു ലോകം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടുന്നതാരാ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പകയില്ലാത്ത, കുറുമ്പില്ലാത്ത, കുശുമ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ചൊടിയില്ലാത്ത, പിണക്കമില്ലാത്ത സൽസ്വഭാവക്കാരായി ആരാണോ ജീവിക്കുന്നത്, ആരാണോ പെരുമാറുന്നത്, ആരാണോ സമയം ചെലവഴിക്കുന്നത്, അവര് മാത്രമേ നാളെ മഹ്ശറാ ലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്.
അല്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ വിചാരിക്കേ വേണ്ട. തസ്ബീഹ് മാല പിടിച്ചത് കൊണ്ടോ, കൃത്യമായി പള്ളിയിൽ 5 വക്ത് വന്നിട്ട് നിസ്കരിച്ചത് കൊണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചത് കൊണ്ടൊക്കെ സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. നല്ല നിസ്കാരക്കാരനാണ്, പക്ഷെ മനസ്സ് നിറയെ പകയും വിദ്വേഷവും പാരയും എല്ലാവിധ മോശപ്പെട്ട സ്വഭാവവും, സ്വർഗം കിട്ടൂല. മനസ്സ് നന്നാവാത്തവന് സ്വർഗമില്ല. അതങ്ങനെ തന്നെ. മനസ്സ് നന്നാവാത്തവന് സ്വർഗമില്ല. എന്ത് വേണം? ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, പിണക്കമില്ലാതെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. സംശുദ്ധമായ മനസ്സുമായി ആരാണോ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അവര് മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ സമയം തീരാൻ പോവുകയാണ്. പെട്ടെന്ന് സമയം പോയത് ഞാൻ ആലോചിക്കുന്നു. 10 ഉത്തരക്ക് 2 മണിക്കൂറാണ് ഉത്തരാൻ പോകുന്നത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പരിചയമുണ്ടല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഭരണാധികാരിയാണ്. 2.5 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഒരുപാട് നൂറ്റാണ്ടിന്റെ പാഠങ്ങൾ സമുദായത്തിന് നൽകിയിട്ടാണ് ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു പോയത്. നമ്മുടെ ബക്കറ്റിന്റെ അവസ്ഥ എന്താണ്? 500 ആണോ 2000 ആണോ? അല്ല, പണ്ടത്തെ പോലെ 10 തന്നെ ആണോ? എന്തപ്പോ ബക്കറ്റിന്റെ അവസ്ഥ? ഇട്ടിട്ടുണ്ട്? നിങ്ങള് ഇട്ടിട്ടുണ്ടോ? അല്ലാഹു അഅലം. എന്താ ഉണ്ടോ? 500 2000 ഒക്കെ ഉണ്ടോ? ഒന്ന് നോക്കിയേ. ഇല്ലെങ്കിൽ നല്ല മുതലാളിമാരെ കാണിച്ചു തന്നാൽ മതി ആരൊക്കെയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ സൂഫി വര്യനാണ്, വലിയ മഹാനാണ്. അദ്ദേഹം 2.5 വർഷം മാത്രമേ അദ്ദേഹം ഭരണം നടത്തിയിട്ടുള്ളൂ. 40 വയസ്സിന് മുമ്പേ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ് അദ്ദേഹം. ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സ്വപ്നം കാണുന്നത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഭവം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒറ്റൊരു ഉദാഹരണം പറയാം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ രാജകീയ പ്രൗഢിയോടെ ജീവിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയും കുടുംബവും രാജകീയ കുടുംബങ്ങളിലാണ് ജീവിച്ചത്. അദ്ദേഹം കല്യാണം കഴിച്ചത് ഫാത്തിമ എന്ന് പറയുന്ന, അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിന്റെ മകളെയാണ്. ആങ്ങളമാർ 4 പേരും അമീറുമാരാണ്, ഗവർണറാണ്. അങ്ങനെ അദ്ദേഹം രാജാവായി ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോ ആദ്യമായി ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് പറയാണ്, യാ ഫാത്തിമ, ഞാനിനി അള്ളാഹുവിന്റെ ദീനിയായ മേഖലയിലേക്ക്, സുഹുദിന്റെ ത്യാഗത്തിന്റെ മേഖലയിലേക്ക് ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ആർഭാടങ്ങളുടെ പിന്നാലെയില്ല, സമ്പാദ്യങ്ങളുടെ സൗകര്യങ്ങളുടെ പിന്നാലെയില്ല. ആഖിറത്തിന് വേണ്ടി ഞാൻ ജീവിക്കാൻ പോവുകയാണ്. നീയാണെങ്കിൽ 4 ഖലീഫമാരുടെ പെങ്ങളാണ് നീ, ഒരു രാജാവിന്റെ മകളാണ് നീ. നിനക്ക് വേണമെങ്കിൽ ഇനിയും നല്ല ഭർത്താക്കന്മാരെ ലഭിക്കും. ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിത്തരാം. നീ നല്ല മുതലാളിമാരായ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകളെ കല്യാണം കഴിച്ചോളൂ. ഭാര്യയ്ക്ക് ചാൻസ് കൊടുത്തു. ഇനി എന്റെ കൂടെ കൂടി നീ കഷ്ടപ്പെട്ടു എന്ന് പറയണ്ട, ഞാൻ ഇനി ഭൗതിക സുഖങ്ങളൊക്കെ വിടുന്ന ആഖിറത്തിലേക്ക് പോവാൻ. ഭാര്യ ചോദിച്ചു, ഞാൻ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വേറൊരാളെ തെരഞ്ഞെടുക്കാനാണോ? നിങ്ങൾക്ക് ആഖിറമാണ് വേണ്ടതെങ്കിൽ എനിക്കും ആഖിറം മതി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. കോടിക്കണക്കിന് രൂപ വില വരുന്ന മാലയാണ് തന്റെ ഭാര്യയുടെ കഴുത്തിൽ കാണാനിടയായത്. ഫാത്തിമ, ഈ മാല നിനക്ക് വിവാഹത്തിന് സമ്മാനമായി നിന്റെ രാജാവായ പിതാവ് തന്നതാണ്, നിന്റെ ഉപ്പ തന്നതാണ്. ഉപ്പയുടെ അധ്വാനത്തിൽ നിന്ന് തന്നതല്ല, പാവപ്പെട്ട ജനങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് സമ്പാദിച്ചിട്ട് അള്ളാഹു പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട മുതലിൽ നിന്ന് നിന്റെ ഉപ്പ കട്ടെടുത്തിട്ട് നിനക്ക് കോടിക്കണക്കിന് രൂപയുടെ മാലയാക്കി തന്നതാണ്. നിനക്കത് അവകാശപ്പെട്ടതല്ല. ഞാൻ ഇത് കൊണ്ടുപോയി ബൈത്തുൽ മാലിലേക്ക് വെക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങളെങ്കിലും പറയൂലേ, ദീനൊക്കെ ശരി, അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, പക്ഷെ മാല തൊട്ട് കളിക്കണ്ട, സ്വർണം തൊട്ട് കളിക്കണ്ട.
പക്ഷേ മഹദിയായ ഫാത്തിമ ബീവി പറഞ്ഞു, പൊന്നാര ഭർത്താവെ എടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. കോടിക്കണക്കിന് വില വരുന്ന വിലമതിക്കുന്ന സ്വർണമാല നേരെ കൊണ്ടുപോയി ബൈത്തുൽ മാലിൽ വെച്ചു. 2.5 വർഷം ഭരിച്ചപ്പോഴേക്കും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. അദ്ദേഹം മരിക്കുമ്പോ മക്കൾക്ക് 5 പൈസ പോലും ബാക്കി വെക്കാതെ മരിച്ചുപോയ മഹാനാണ്. എല്ലാവരും പട്ടിണിയിലാണ്, വരുമാനമായി ഒന്നുമില്ല. അപ്പോഴാണ് ആ ബൈത്തുൽ മാൽ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ നേരെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, ഫാത്തിമ ബീവിയെ, ഫാത്തിമ, നിങ്ങളുടെ ആ മാല, നിങ്ങളുടെ ആ ആഭരണം ഞാൻ ബൈത്തുൽ മാലിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ല. ഞാനത് വേറെ തന്നെ മാറ്റിവെച്ചതാണത് നിങ്ങളുടെ അവകാശമാണല്ലോ. നിങ്ങളുടെ ഭർത്താവിന്റെ വഫാത്തിന്റെ ശേഷം ആ മാല നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങളുടെ ചെലവിന് വേണ്ടി ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ മാല എടുത്തു കൊടുത്തപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബീവി പറഞ്ഞത്, എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ എന്റെ ഭർത്താവിനെ അനുസരിച്ചിട്ട് ഭർത്താവ് മരിച്ചു പോകുമ്പോ ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണല്ല ഞാൻ. ആ മാല എനിക്ക് വേണ്ട, അത് പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മഹദിയായ ഫാത്തിമ ബീവി മറുപടി പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സൂഫി മേഖലകളിൽ ജീവിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2.5 വർഷമാകുമ്പോഴേക്കും മെലിഞ്ഞുണങ്ങുകയാണ്. രാത്രി പക്ഷികളെ പോലെ കരയുമായിരുന്നു. എന്തിനാണ് ഈ അധികാരം എനിക്ക് ലഭിച്ചത്, ഈ അധികാരമില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങാതെ കരയുമായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചില ചങ്ങാതിമാർ അദ്ദേഹത്തെ സ്വപ്നം കണ്ടത്. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്ത മഹാനാണല്ലോ, ഒരുപാട് ത്യാഗം ചെയ്ത മഹാനാണല്ലോ, നിങ്ങളിപ്പോൾ ഖബറിലെത്തിയിട്ട് ഖബറിൽ ഏറ്റവും ഉപകാരമുള്ള അമലേതാണ്? ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകളിൽ നിങ്ങളുടെ ഖബറിലേക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ അധികരിപ്പിച്ച അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഞാൻ അധികരിപ്പിച്ച ഇസ്തിഗ്ഫാറാണ് എന്റെ ഖബറിലേക്ക് ഏറ്റവും ഉപയോഗപ്പെട്ടത് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി എത്രയധികം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾ വിളിക്കുകയാണ് പെണ്ണുങ്ങളെ, യാ മഅശറൻ നിസാ, ഓ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ പ്രത്യേകം വിളിക്കാൻ, യാ മഅശറൻ നിസാ, പെണ്ണുങ്ങളെ, തസദ്ദഖ്ന, നിങ്ങൾ ദാനധർമ്മം ചെയ്യണേ, സ്വതക ചെയ്യണേ. തസദ്ദഖ്ന, പെണ്ണുങ്ങളെ നന്നായി സ്വതക ചെയ്യും. സ്വർണ്ണങ്ങളൊക്കെ വാരി കോരി നമ്മുടെ ബക്കറ്റിലും സംഘാടകർക്കും നൽകും. വഅക്തിർന മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറും സ്വതഖയും നിങ്ങൾ അധികരിപ്പിക്കണേ സഹോദരികളെ. ഫഇന്നീ റഅയ്തുകുന്ന അക്തറ അഹ്ലിൻ നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് ഞാൻ കണ്ടത്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന വിഷയമാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളെയാണ് കണ്ടത്. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഇസ്തിഗ്ഫാറും സ്വതഖയും അധികരിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറത്തിൻ റബ്ബിഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ തന്നെ 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. എത്ര കണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമോ അത്രയും കണ്ട് ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കണം. അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യുകയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖാല അബൂ ഹുറൈറ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി കുല്ല യൗമിൻ 1000 മറ, ഒരു ദിവസം 1000 ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലാറുണ്ട്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം 1000 ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്നത്തെ ഒരു വാല് കഴിഞ്ഞിട്ട് നിങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റം, ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഇതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രായപൂർത്തിയെത്തിയ 15 വയസ്സ് മുതൽ തുടർന്ന് 80-100 വയസ്സ് വരെയുള്ള എല്ലാ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും മധ്യവയസ്കരോടും വയസ്സായ ഉമ്മമാരോടും ഉമ്മാമമാരോടും ഇവിടെ കൂടിയിരിക്കുന്ന സകല ആളുകളോടും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന് മുമ്പ് ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാൻ മറക്കല്ല. 100 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാൻ മറക്കല്ല. മഗ്രിബ് കഴിഞ്ഞാൽ അടുത്ത സുബഹി വരെ 100 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാൻ മറക്കല്ല. രാവിലെ 100, രാത്രി 100 എന്ന രീതിയിൽ 200 ഇസ്തിഗ്ഫാറെങ്കിലും ഒരു ദിവസം ചെല്ലാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മൾക്ക് അവസരം നൽകുമാറാവട്ടെ. പണിയുണ്ടോ? 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ 1 മണിക്കൂർ വേണ്ട. എത്ര മിനിറ്റ് വേണം 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ? എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ് വേണ്ട. 24 മണിക്കൂർ അല്ലാഹു തന്നിട്ട് റബ്ബിന് വേണ്ടി 5 മിനിറ്റ് ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യനാണോ, മുസ്ലിമാണോ, മുഅ്മിനാണോ? സ്വയം ഒന്ന് വിലയിരുത്തി. ഇത്രയൊക്കെ സമയം പഠിച്ചു തന്നിട്ട് വാട്സപ്പും ഫേസ്ബുക്കും എടുത്തിട്ട് ഇങ്ങനെ തിരിക്കന്നെ പിന്നെയും തിരിക്കുക, താഴ്ത്താ പൊക്കുക, ഇതിന്റെ പണി. ഒരു മെസ്സേജും വന്നിട്ടില്ല, എന്നാലും ഇടക്കിടുന്നു വാട്സപ്പ് എടുത്ത് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ഇനി ആരെങ്കിലും അയക്കാൻ സാധ്യത ഉണ്ടോ? അപ്പോഴൊക്കെയാണ് ഇന്ന മനുഷ്യൻ ടൈപ്പിംഗ് എന്നിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുകയാണ്, ഇപ്പൊ വരുമല്ലോ മെസ്സേജ്. എന്തിനാണ് മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലാൻ, അല്ലാഹുവിന് വേണ്ടി ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ചെല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. അവന്റെ ഏടുകളിൽ നന്മയും തിന്മയും എഴുതി വെക്കുന്ന ഏടുകളിൽ, നന്മയുടെ ഏടുകളിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ കണ്ടാൽ അയാൾ രക്ഷപ്പെട്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയിഷ ബിവിയാണ് പറഞ്ഞത്, തൂബ രക്ഷപ്പെട്ടിരിക്കുകയാണ് ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഇസ്തിഗ്ഫാർ ആരുടെ ഏടിലാണോ കൂടുതലുള്ളത് അയാൾ നാളെ രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ നമ്മോട് പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇസ്തഗ്ഫിറുല്ലാഹ്. ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഞങ്ങളെല്ലാവരും ഇസ്തിഗ്ഫാർ ചെല്ലാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അതിമ്മൂഹാ 70 മറ, 70 തവണ ഇസ്തിഗ്ഫാർ ചെല്ലണേ. അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാറിന് പല രൂപങ്ങളുണ്ട്. ചില ആളുകൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ചില ആളുകൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, ചില ആളുകൾ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അത് ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്, അത് തൗബയുടെ നേതാവാണ്, അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. പല രീതിയിലാണ് ആളുകൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്. മിനിമം അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ 70 തവണയെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുന്നത്, പെണ്ണുങ്ങളെ, എന്റെ വിദ്യാർത്ഥിനികളോട് രാവിലെ എണീറ്റിട്ട് മനോഹരമായി കുളിച്ച് വൃത്തിയായി നല്ല പുത്തനുടുപ്പുകൾ ധരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ ഒന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് സ്കൂളിലേക്ക് നടക്ക്. തിരിച്ചു വരുമ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലി. പാചകം ചെയ്യുമ്പോഴും ഓടടിച്ചു മാറുമ്പോഴും വെറുതെ മിണ്ടാതിരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും പത്തിരി ചുടുമ്പോഴും അലക്കുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. ഒരാൾ 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ
മാ മിൻ അബ്ദിൻ വലാ അമാ, ഒരു ആണോ ഒരു പെണ്ണോ യസ്തഗ്ഫിറുല്ലാഹ ഫീ യൗമിൻ 70 മറ, 70 തവണ ഒരു പകലിൽ ഒരു ദിവസത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു 700 ദംബിൻ, അവന്റെ 700 പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഇസ്തിഗ്ഫാറിന് 10 പാപങ്ങളെയാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. രാവിലെ 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 700 പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ്. 100 ചൊല്ലിയാൽ 1000 പാപങ്ങളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. വഖദ് ഖാബ അബ്ദുൻ ഔ അമാ അമില ഫീ യൗമിൻ വലൈല അക്സറ മിൻ 700 ദംബിൻ, 700 ദോഷത്തെക്കാളും കൂടുതൽ തെറ്റ് ഒരു ദിവസത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ പരാജയപ്പെട്ടു പോയിരിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ തോറ്റുപോയിരിക്കുകയാണ്, അയാളുടെ കാര്യം കഷ്ടം തന്നെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ദിവസം 700 തെറ്റുകളെക്കാളും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ പരാജയപ്പെട്ടു പോയിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, നേരത്തെ ആദ്യമായി ഓതിവെച്ച ആയത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയമാണ്. അവസാനമായി വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ആരാധിച്ചില്ല. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകം നടത്തിയില്ല. വലാ യസ്നൂൻ, വ്യഭിചാരം നടത്തിയില്ല. വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ, ഇതൊക്കെ ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂല. കൊലപാതകം നടത്തുന്നവർ, വ്യഭിചാരം നടത്തുന്നവർ, കള്ള് കുടിക്കുന്നവരെ, ശിർക്ക് ചെയ്യുന്നവരെ അല്ലാഹു അവരെ വെറുതെ വിടൂല. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു അവരുടെ ദോഷങ്ങൾ ഇരട്ടിയായി സഹിക്കാൻ കഴിയാതെ താങ്ങാവുന്നതിലപ്പുറമാണ് നാളെ മഹ്ശറയിൽ അയാൾ കണ്ടുമുട്ടേണ്ടി വരുന്നത്. വയഖ്ലുദു ഫീഹി മുഹാനാ, ചെയ്തു പോയ തെറ്റിന്റെ പേര് നരകത്തിന്റെ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരൊഴികെ ഇനി ഒരാൾ വ്യഭിചരിച്ചാലും, ഇനി ഒരാൾ കൊലപാതകം നടത്തിയാലും, ഇനി ഒരാൾ കൊള്ള കുടിച്ചാലും, ഇനി ഒരാൾ തോന്നിവാസം ചെയ്താലും അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. അതെങ്ങനെ? തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ ചെയ്താൽ, ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന വിശ്വാസത്തോടെ. പെൺകുട്ടികളെ കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്. വ്യഭിചാരം എന്ന് പറയുമ്പോ രണ്ടുപേരൊരു മുറിയിൽ കയറി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്. ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് വ്യഭിചാരമാണ്. തൊട്ടുരമ്മി സെൽഫി എടുക്കുന്നത് വ്യഭിചാരമാണ്. ബസ്സിലാണെങ്കിലും വാഹനങ്ങളിലാണെങ്കിലും അന്യപുരുഷന്റെ കൂടെ ഇരിക്കുന്നത് വ്യഭിചാരമാണ്. അവനെ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. അവന്റെ കൂടെ സമയം പങ്കിടലും വ്യഭിചാരമാണ്. ചില്ലറയല്ല ഇത് തമാശയല്ല, ഇത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. ഈ വ്യഭിചാരത്തിന്റെ കൂനകളുമായി, ഈ വ്യഭിചാരത്തിന്റെ കൂമ്പാരങ്ങളുമായി എന്ന് തുടങ്ങിയതാണ്. പ്രായപൂർത്തിയെത്തിയത് മുതൽ, സ്കൂളിന്റെ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. ഏതുവരെ? ഡിഗ്രി വരെ, PG വരെ. ഒരു നിയന്ത്രണമില്ലാതെ, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാതെ, കണ്ടവരോട് കേട്ടവരോട്, കൂടെ പഠിക്കുന്നവരോട്, വഴിയിൽ പോകുന്ന വഴിപ്പോക്കരോട്, ബസ്സിൽ കാണുന്ന ബസ്സിന്റെ കണ്ടക്ടറോട്, ക്ലീനറോട്, ഓട്ടോറിക്ഷയിൽ പോകുമ്പോ ഡ്രൈവറോട്, ബസ്സിലെത്തുമ്പോ ബസ് സ്റ്റാൻഡിലുള്ള പൂവാലന്മാരോട് ഒരു മടിയുമില്ലാതെ, ഒരു അറപ്പില്ലാതെ, ഉളുപ്പില്ലാതെ സംസാരിച്ച് പുഞ്ചിരിച്ച് സംസാരിച്ച് നടക്കുന്ന പെൺകുട്ടികളോട്, ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തോടു കൂടിയെല്ലാം നിർത്തണേ. തൗബ ചെയ്യാൻ തയ്യാറായി, പശ്ചാത്തപിക്കാൻ തയ്യാറായി. അല്ലാഹുവേ, എന്റെ കണ്ണുകൊണ്ട് ഹറാം ചെയ്തിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുകയാണ് റബ്ബേ, ഞാനത് സമ്മതിക്കുകയാണ് റബ്ബേ. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. അതാണ് വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി. അല്ലാഹുവേ, എന്റെ ദോഷങ്ങൾ ഞാൻ അംഗീകരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റുകാരനല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇതേവരെ എണ്ണിയാൽ തീരാത്ത ഹറാമുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഫോൺ വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്,
അത് കാണാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹറാമായ സ്വത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, എന്നാലും ഞാൻ അത് അംഗീകരിക്കുകയാണ് റബ്ബേ. വഅബൂഉ ലക ബിദംബി, എല്ലാ തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. ഫഗ്ഫിർലി, എന്റെ പാപങ്ങൾ പൊറുത്തുതാ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന വിശ്വാസത്തോടെ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് സർവശക്തനായ സർവലോക പരിപാലകനായ സൃഷ്ടാവായ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഇല്ലാമാ താബ വആമന വഅമില അമലൻ സാലിഹാ, തൗബ ചെയ്ത് നന്നാവുകയാണ്, തൗബ ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, നിങ്ങൾ ഇന്നലെ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നലെ കണ്ട ഹറാമുകൾ ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലങ്ങളായി വരും, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കണേ. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, എന്താണ് പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഇസ്തിഗ്ഫാർ ചെല്ലലല്ല. ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് മാറി നിന്നു റബ്ബേ, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല റബ്ബേ, ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ എന്ന ബോധത്തോടെ, എന്ന ഖേദത്തോടെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എന്നെക്കാളും വലിയ തെറ്റ് ചെയ്ത മഹാപാപികൾക്ക് പുറത്തു കൊടുത്ത റബ്ബേ എനിക്ക് മാപ്പ് നൽകണേ എന്ന് കരഞ്ഞു പറഞ്ഞാൽ ഇന്നലകളിൽ നിങ്ങൾ ചെയ്ത ഹറാമുകൾ ഇന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു മാറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വഴിയാണിത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മാതൃകയാണിത്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണിത്. ഒരൊറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന വലിയൊരു ചമ്മാടിയായിരുന്നു അദ്ദേഹം. ബിശ്ർ ഇബ്നുൽ ഹാരിസ് വലിയൊരു ചമ്മാടിയാണ്. പാട്ടുപാടി, മ്യൂസിക്കുകൾ കേട്ട്, ബാൻഡ് മുട്ടേ ആഹ്ലാദിച്ച് കള്ളു കുടിച്ച് ചങ്ങാതിമാരുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോഴാണ്, രാത്രി ഇങ്ങനെ ആഘോഷിക്കുമ്പോഴാണ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ, സ്വാലിഹായ ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. അഥവാ നമ്മുടെ നാട്ടിലൊരു പബ്ബ്, നൈറ്റ് ഡാൻസ് ഒക്കെ ഉള്ള നിശാ ക്ലബ്ബുകൾ, അവിടേക്കൊക്കെ പോകുന്ന ആളുകളില്ലേ. ന്യൂ ഇയറാ വരാൻ പോകുന്നത്, ന്യൂ ഇയറാണ് വരാൻ പോകുന്നത്. ന്യൂ ഇയറിന്റെ സമയത്ത് പുതുവർഷം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരങ്ങളെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾ ഗോവയിലേക്ക് പോകുന്നവരുണ്ട്, ഗോവയിലേക്ക് പോകുന്നവരുണ്ട്. ഒരു പ്രാവശ്യം ദാർഹുദയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച വലിയ തിരക്കാണ് ട്രെയിൻ. എന്ത് കാര്യം അന്വേഷിച്ചപ്പോ നാളെ ന്യൂ ഇയറാണ്, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ ഗോവയിലേക്ക് പോവാണ്. എന്തിനെ? മദാമമാരുടെ കൂടെ അടിച്ചു പൊളിക്കാൻ, കള്ളും കുടിച്ച് യാതൊരു നിയന്ത്രണമില്ലാതെ. അവിടെ ക്യാഷ് കൊടുത്താൽ കൂടെ ഡാൻസ് ചെയ്യാനും നൃത്തം വെക്കാനും പാട്ട് പാടാനുള്ള അവസരമുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഇപ്രാവശ്യം അത് തേടി അങ്ങോട്ട് പോവാനല്ല, അങ്ങനെയുണ്ട്. ചിലത് പറയാൻ പേടിയാണ്. ഏതോ ഒരു ദ്വീപിലെ ഒരു ഉസ്താദ് വേദ പറഞ്ഞു, ഏതോ ഒരു ദ്വീപിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ആ ദ്വീപിൽ വല്ലാതെ തിരക്കാണത്രേ. ദ്വീപിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ദ്വീപിന്റെ, ആ വയനാട് പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ വിഷയമാണിത്. ആ വേദന ശേഷം ഇവിടെ വലിയ തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാര്യങ്ങൾ അങ്ങോട്ട് പോവാനല്ല. ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ അന്ന് രാത്രി മക്കളില്ലെങ്കിൽ എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് രക്ഷിതാക്കളും മക്കൾ എല്ലാവരും ഉള്ള സദസ്സാണ്, ഇത് പിന്നെ പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എവിടെയൊക്കെ പോകുന്നതെന്നറിയോ? കുപ്പായമിടാതെ നഗ്നരായി, അർദ്ധനഗ്നരായി പാട്ടുപാടി നൃത്തം വെക്കുന്ന വ്യഭിചാരികളുടെ കൂടെ നൃത്തം വെക്കാൻ, വ്യഭിചാരികളുടെ കൂടെ ചുവട് വെക്കാൻ, വ്യഭിചാരികളുടെ കൂടെ ആടിപ്പാടി തിമർക്കാൻ വേണ്ടി കാസർഗോഡ് നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല ചെറുപ്പക്കാരും ഗോവയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് അത് സൂക്ഷിക്കണം. അങ്ങനെ പാട്ട് പാടുന്ന ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആഘോഷിക്കുമ്പോഴാണ് സ്വാലിഹായ ഒരു മനുഷ്യൻ വന്നിട്ട് വാതിൽ മുട്ടിയത്. സ്വാഹിബു ഹാദിഹി ദാരി ഹുർറുൻ അം അബ്ദ്, ഈ വീട്ടിലുള്ളവൻ മുതലാളി യജമാനനാണോ അടിമയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഹുർറുൻ, സ്വതന്ത്രനാണ്. സ്വതന്ത്രനാണ് അടിമയാണെന്ന് ചോദിച്ചു. സ്വതന്ത്രനാണ്.
അപ്പൊ പറഞ്ഞു സ്വതഖ്തി, നീ പറഞ്ഞത്. ഒരു പെണ്ണ വന്നിട്ട് വാതിൽ തുറന്നത്. ഈ വീട്ടുകാരൻ സ്വതന്ത്രനാണ് അടിമയാണോ? സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. പെണ്ണിനോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ തോന്നിവാസം കാണിക്കുന്നത്. അയാളൊരു അടിമയാണെങ്കിൽ അടിമയെപ്പോലെ പെരുമാറുമായിരുന്നു. ബിശ്ർ ഇബ്നു ഹാരിസ് ഇത് കേട്ടപ്പോ വേഗം വന്നു. നോക്കുമ്പോൾ അയാൾ സ്ഥലം വിട്ടിട്ടുണ്ട്. പെണ്ണിനോട് ചോദിച്ചു, ആരാണ്? ഒരാൾ ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോ അയാൾ ചോദിച്ചു, ഹുറാണോ അബ്ദാണോ, അടിമയാണോ സ്വതന്ത്രനാണോ? ഞാൻ പറഞ്ഞു സ്വതന്ത്രനാണ്. അപ്പൊ പറഞ്ഞു, സ്വതന്ത്രനായതുകൊണ്ടാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. അബ്ദാൻ, അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ അല്പം പേടി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി. നിങ്ങളാണോ? അതെ, ഞാൻ തന്നെയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത്, നീ ഒരു അബ്ദാണ്, ഒരു അടിമയാണെങ്കിൽ നീ അള്ളാഹുവിനെ പഠിച്ച് ജീവിക്കുമായിരുന്നു. ആ ഒരു വാക്ക് കാരണം അദ്ദേഹം പേടിക്കുകയും എന്നിട്ട് തന്റെ കവിൾ നിലത്തേക്ക് ഉരച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് സ്വാലിഹായ ഒരു സൂഫി വര്യനായി മാറുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ചെരുപ്പിട്ടിട്ടില്ല എന്നാണ്. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെരുപ്പ് ധരിക്കാത്തത്? അപ്പോഴാണ് ബിശ്ർ ഇബ്നു ഹാരിസ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാൻ കാരണക്കാരനായ ആ സ്വാലിഹായ മനുഷ്യനെ കാണുമ്പോൾ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഇനി മരണം വരെ ഞാൻ ചെരുപ്പിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെരുപ്പിടാതെ മരണം വരെ ജീവിച്ച ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന മഹാനായ സൂഫി വര്യൻ. വലിയ തെമ്മാടിയാണ്. നന്നാവാൻ ഒരു സെക്കൻഡ് മതി, ഒരു വാല് മതി, ഒരു മിനിറ്റ് മതി നന്നാവാൻ. അതുകൊണ്ട് നമ്മുടെ ഈ വാക്കുകൾ, നമ്മുടെ ഈ പ്രഭാഷണമൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.